I stream. മനോഹരമായ ഈ തമ്പുരു ചിത്ര ചേച്ചിക്ക് നൽകുന്നതിനായി എല്ലാവരുടെയും ഒരുമിച്ച് നൽകാൻ പറഞ്ഞാൽ that might be a difficult process. ഒരു പാട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? ഡെഫിനറ്റ്ലി അതിന്റെ കമ്പോസർ, ലിറിസിസ്റ്റ് ഉണ്ടാവും, മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവും, ഒരു സിംഗർ ഉണ്ടാവും. ആബ്സല്യൂട്ട്ലി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ വേദിയിൽ നിൽക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിനെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഇതിലെ ഓരോ ഇൻഡസ്ട്രിയിലെ മ്യൂസിക് ഡയറക്ഷൻ, ലിറിക്സ്, അതുപോലെ തന്നെ പ്ലേബാക്ക് സിംഗിങ്ങിലെ തന്നെ കുലപതികളെ നമുക്ക് ഒരുമിച്ച് ഈ വേദിയിൽ വിളിച്ചാലോ എന്നത്. ആൻഡ് വി ആർ വെരി ലക്കി ടു ഹാവ് the three talented genius musicians here. രഞ്ജനി പറഞ്ഞ പോലെ ഈ എല്ലാ ആൾക്കാരും ചേർന്ന് ഈ തമ്പര് കൊടുക്കുന്നത് അപ്രായോഗികമായതുകൊണ്ട് 3 പേരെ ഈ എല്ലാവരുടെയും അല്ലെങ്കിൽ മലയാള സംഗീത ലോകത്തിൻ്റെ പ്രതിനിധികളായിട്ട് ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി സ്വാഗതം ചെയ്യുന്നു ആദരണീയനായ ലളിത കോമല സുന്ദര പദാവലികൾ കൊണ്ട് മലയാള ചലച്ചിത്ര ഗാന ശാഖയെ രചനാരംഗത്തെ സമ്പുഷ്ടമാക്കിയ ശ്രീ ശ്രീകുമാരൻ തമ്പി സർ. അടുത്തതായി സ്വാഗതം ചെയ്തത് ദക്ഷിണേന്ത്യൻ സംഗീത സംവിധാന രംഗത്തെ കുലപതി നമ്മുടെ സ്വന്തം ദക്ഷിണാമൂർത്തി സ്വാമികൾ. സ്വാഗതം ചെയ്യുന്നു സ്വാമികളെയും ACBയുടെ ചിത്ര പൗർണമിയിലേക്ക്. Give him a big round of applause please. Trivandrum. ഞാൻ ഒരുപാട് കൺഫ്യൂഷനിലാണ്. കാരണം ഏത് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മഹാപ്രതിഭയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണമെന്ന് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കറിയില്ല. വാക്കുകൾക്കും വിശേഷണങ്ങൾക്കും അതീതനായ നമ്മളെപ്പോഴും പ്രായഭേദമന്യേ നമ്മൾ ചേട്ടൻ എന്ന് ചേർത്ത് വിളിക്കുന്ന മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുടെ സ്വന്തം പത്മശ്രീ KJ യേശുദാസ് എന്ന നമ്മുടെ സ്വന്തം ദാസേട്ടൻ, ഗാനഗന്ധർവൻ KJ യേശുദാസ്. ദാസേട്ടനെ ആദരവോടെ അഭിമാനത്തോടെ ചിത്ര പൗർണമിയിലെ ഈ രാവിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചിത്ര ചേച്ചിക്ക് സംഗീത ലോകത്തിന്റെ ഈ സ്നേഹോപഹാരം നൽകുന്നത് മറ്റാരുമല്ല, നമ്മളുടെ ഗാനഗന്ധർവൻ ദാസേട്ടനാണ്. ഈ വേദിയിൽ നിൽക്കുന്ന എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ദാസേട്ടനോട് ചേച്ചിക്ക് ആ തമ്പുരു നൽകുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ചേച്ചിയുടെ കൂടെ ഈ നിമിഷമുണ്ട് എന്ന് ഞങ്ങൾ അറിയിക്കുന്നു. ദക്ഷിണാമൂർത്തി സാറിൻ്റെ അനുഗ്രഹവും ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ അനുഗ്രഹവും അതുപോലെ വേദിയിൽ നിൽക്കുന്ന എല്ലാവരുടെയും അനുഗ്രഹവുമുണ്ട്. ദാസേട്ടൻ ചിത്ര ചേച്ചിക്ക് ആ സ്നേഹോപഹാരം നിങ്ങളുടെ സാന്നിധ്യത്തിൽ നൽകുകയാണ്. നല്ലൊരു കൈയടിച്ച് നമുക്ക് ചേച്ചിക്ക് ഈ 30 വർഷം ഈ വേദിയിൽ ആഘോഷിക്കാം. Come on Kerala. കേരളത്തിന്റെ അഭിമാനമാണ് ഈ വേദിയിൽ നിൽക്കുന്ന എല്ലാവരും. And Chitra is a perfect example of a perfect human being. ഈ അവസരത്തിൽ ദാസേട്ടനോട് 2 വാക്കുകൾ പറയാനായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ ശുഭമുഹൂർത്തത്തിൽ വാക്കുകൾക്ക് തീരെ വിലയില്ല. പക്ഷേ ഹൃദയത്തിൽ നിന്നുള്ള ആ അടിത്തട്ടിൽ നിന്നുള്ള
ഹൃദയം നിറഞ്ഞ ആ സ്നേഹം ഏത് തരത്തിലാണ് കൊടുക്കുക എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ജന്മവാസന കൊണ്ട് മാത്രം ഉയർന്നിട്ടുള്ള ചിത്ര ആർക്കും അവകാശപ്പെടാനുള്ള അധികാരം ഇല്ല ചിത്രയെ ഞാനാണ് മുന്നോട്ട് കൊണ്ടുവന്നത് എന്നുള്ളത്. അവളുടെ ജന്മവാസനയും അവളെന്ന് വിളിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് എൻ്റെ കുഞ്ഞിനെ പോലെയാണ്. അതുകൊണ്ടാണ് അവളെന്നും തന്നെ വിളിക്കുന്നത്. അത് ആ കുഞ്ഞിന് ഇഷ്ടമാണ്. ഏറ്റവും ഭാഗ്യവതി എന്തെന്ന് വെച്ചാൽ അച്ഛൻ സംഗീതത്തിന് വേണ്ടിയിട്ട് അങ്ങേറ്റം വിഷമിക്കുന്ന സമയത്ത്, അതായത് തീരെ വയ്യാത്ത സമയത്ത്, എൻ്റെ ഒരു പ്രോഗ്രാമിന് ഞാൻ പറഞ്ഞു അച്ഛന് തീരെ വയ്യ, അതുകൊണ്ട് ചിത്ര വരണ്ട, ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഇല്ല 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 എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടം അവളൊരു നല്ല ഗായികയായി വരണം എന്നുള്ളതാണ്. അവൾ തീർച്ചയായിട്ടും പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വന്നിരിക്കും, പാടണം. അങ്ങനെയുള്ളൊരു അച്ഛനെയാണ് ചിത്രയ്ക്ക് കിട്ടിയത്. അമ്മയും അതുപോലെ തന്നെ. അതിൽ നിന്നുണ്ടായ ആ സംഗീതത്തിൻ്റെ ആ അടിത്തട്ട് ആരും, ഞാൻ ഉൾപ്പെടെ എന്നുള്ളതല്ല, ആർക്കും അവകാശപ്പെടാനില്ല. അത് ജന്മനാ കിട്ടിയ ആ അനുഗ്രഹത്തിന് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷിക്കുന്ന ഈ ദിവസത്തിൽ നമുക്ക് വേറെ ഒന്നും കൂടുതൽ പറയാനില്ല. ആരോഗ്യവും ആയുസ്സും ശ്രുതിയാണിപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിയുടെയും മറ്റെല്ലാവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അത് എന്നും ആ ഉയർന്ന് അത് ലയിച്ചിട്ട് ശ്രുതി മധുരമായിട്ട് നമുക്ക് ഇനിയും നാളുകൾ കേൾക്കാൻ ഇടയാക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹം ഞങ്ങൾ അർപ്പിക്കുന്നു. നമസ്കാരം.